10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാം. വെൻ മെറ്റൽ എക്സ് ഈസ് യൂസ്ഡ് ഇൻ തെർമൈറ്റ് പ്രോസസ്സ്, വിനോ തെർമൈറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അയൺ ഓക്സൈഡിനെ അലൂമിനിയമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഒത്തിരി ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ അയണിനെ മെറ്റൽ ഫോമിൽ ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് മെറ്റൽ എക്സ് ആണ് യൂസ്. ഇവിടെ മെറ്റൽ ഫോമിലുള്ളത് അലൂമിനിയമാണ്. വെൻ എക്സ് ഈസ് ബേൺഡ് ഇൻ എയർ ഇറ്റ് ഗീവ്സ് ആൻ ആംഫോട്ടറിക് ഓക്സൈഡ് വൈ. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അലൂമിനിയം ഓക്സൈഡും സിങ്ക് ഓക്സൈഡും ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് അലൂമിനിയമാണ്, വൈ എന്ന് പറയുന്നത് അലൂമിനിയം ഓക്സൈഡാണ്. When acetic acid reacts with the ethyl alcohol, we add concentrated sulfuric acid. Concentrated sulfuric acid acts as a dehydrating agent and the process is called esterification because ഒരു ആസിഡും ഒരു ആൽക്കഹോളും റിയാക്ട് ചെയ്ത് കിട്ടുന്നത് എസ്റ്ററാണ്. ആ റിയാക്ഷനെ പറയുന്ന പേര് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്നാണ്. ഇവിടെ ആസിഡ് ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഡീഹൈഡ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വെള്ളം വലിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ വാട്ടറാണ് റിമൂവ് ചെയ്യാനായിട്ട് സൾഫ്യൂറിക് ആസിഡ് സഹായിക്കുന്നു. A student dips pH papers in solution A and B and observes that the pH paper turns blue and orange respectively. നമുക്കറിയാം ബ്ലൂ എന്ന് പറയുമ്പോൾ ഒരു ആൽക്കലിയുടെ കളറാണ്, ഓറഞ്ച് എന്ന് പറയുമ്പോൾ ആസിഡാണ്. പക്ഷേ ഇത് വീക്കാണ് അല്ലേ? സ്ട്രോങ് ആകുമ്പോൾ വയലറ്റ് കളറും റെഡ് കളറും വേണം ലഭിക്കാൻ. ഹി ഇൻഫേഴ്സ് ദാറ്റ് എ ഈസ് HCl. ഇല്ല, HCl ആണെങ്കിൽ നമുക്ക് റെഡ് കളർ കിട്ടണം, NaOH ആണെങ്കിൽ ഡാർക്ക് പർപ്പിളും കിട്ടണം. അപ്പോൾ എ ഈ സോഡിയം കാർബണേറ്റ്, അതെ എ ഒരു ആൽക്കലിയാണ് കാരണം ബ്ലൂ ആണ്. ബി ഈസ് അസറ്റിക് ആസിഡ്. അപ്പോൾ ഈ ഓപ്ഷനാണ് കറക്റ്റ്. The following reaction is used for the preparation of oxygen gas in the laboratory. Potassium chlorate on heating in the presence of a catalyst, 2 KCl and oxygen. Which of the following statement is correct about the reaction? ഇവിടെ ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ് നമുക്ക് മനസ്സിലാവും. കാരണം ഇവിടെ ഒരു റിയാക്റ്റൻ്റ് പല പ്രോഡക്റ്റ്സ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു തെർമൽ ഡീകമ്പോസിഷൻ ആണെന്ന് മനസ്സിലാക്കാം. അതായത് ഇതൊരു എൻഡോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഡീകമ്പോസിഷൻ റിയാക്ഷനുമാണ്, എൻഡോതെർമിക് ഇൻ നേച്ചറുമാണ്. Few drops of ammonium chloride solution were put on universal indicator paper and its color changed to pink. Pink എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു അസിഡിക് സ്വഭാവമാണ് കാണിക്കുന്നത്, എന്നാൽ സ്ട്രോങ് ആസിഡും അല്ല. സ്റ്റഡി ദ ഫോളോയിങ് ടേബിൾ ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ അബൌട്ട് ദ നേച്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് ഇറ്റ്സ് pH. അപ്പോൾ ഇവിടെ പിങ്ക് ആയതുകൊണ്ട് തന്നെ അസിഡിക് നേച്ചറാണെന്നറിയാം. പക്ഷേ ഒരു സോൾട്ട്, ഒരു ആസിഡ്, ഒരു ബേസും ചേർന്നുണ്ടാകുമ്പോൾ അത് അസിഡിക് ആകണമെങ്കിൽ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആയിരിക്കണം. പിന്നെ pH 7 താഴെയായിരിക്കണം. അപ്പോൾ ഇവിടെ രണ്ടിൽ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ മോർ ദാൻ 7 ആണ് pH കാണിച്ചത്, അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ 7 pH വരുമ്പോഴാണ് ആസിഡ് റേഞ്ചിൽ വരുന്നത്. Electronic configuration of 3 elements X, Y and Z are as follows: X 2,4, Y 282, Z 287. The 2 elements from the above which will combine to form an ionic compound and its correct formula. ഇവിടെ 4 എന്ന് പറയുമ്പോൾ അത് ഷെയറിംഗ് ആയിരിക്കും. ഇതൊരു കോവലൻ്റ് ബോണ്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അയോണിക് കമ്പൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ഇവിടെ മെറ്റലിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ കൊടുക്കുക എന്നുള്ളതാണ്, ഡോണറാണ്. അപ്പോൾ അതെന്തായിട്ട് മാറും? ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചറാണ്. അതേസമയം നോൺ മെറ്റൽസ് റിസീവ് ചെയ്യുന്നതുകൊണ്ട് അവ ഇലക്ട്രോ നെഗറ്റീവ് ആകും. ഇവിടെ നമുക്കറിയാം വൈ എന്ന ഈ ഒരു എലമെൻറ്റിന് 2 വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടെൻഡൻസി എന്താണ്? ഈ 2നെ കൊടുക്കാനാണ്. അപ്പോൾ അതിൻ്റെ വാലൻസി എത്രയാണ്? 2 ആണ്. അപ്പോൾ അതൊരു മെറ്റലാണെന്ന് മനസ്സിലാകും. അതേസമയം ഇസഡിന് 7 ഉണ്ട്. അപ്പോൾ ഇനി 7ന് എത്ര മതി? 1 എടുത്താൽ മതി അല്ലേ? അപ്പോൾ അതിൻ്റെ വാലൻസി 1 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമുല എഴുതുന്നത്? വൈയും ഇസഡുമാണ് 2 എലമെൻറ്റ്സ്. വൈയുടെ വാലൻസി അതിൻ്റെ താഴെ എഴുതി 2 ആണ്. ഇസഡിൻ്റെ വാലൻസി 1 ആണ്. എപ്പോഴും ഓർക്കുക, ഇവിടെ 7 എന്ന് പറയുന്നത് വാലൻസ് ഇലക്ട്രോൺ ആണ്. അതിനെ എത്ര കൊടുക്കുന്നു അല്ലെങ്കിൽ വാങ്ങുന്നു, കമ്പൈനിങ് കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാലൻസി. അപ്പോൾ ഇവിടെ 1 ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ 1 Z2. ഈ 1 എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? വൈ Z2. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ.
An organic compound A of molecular formula C2H6O. C2H6O എന്ന് പറയുന്നത് C2H5OH തന്നെയാണ്. കാരണം ഈ എച്ചിനെ ആഡ് ചെയ്ത് 6 എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് ആൻ ആസിഡ് ബി വിത്ത് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മോളിക്യൂൾ ആസ് എ. അപ്പോൾ ഇത് എത്തനോളാണ്. അതിൻ്റെ ആസിഡ് എന്തായിരിക്കും? CH3COOH അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് ആയിരിക്കും. അവിടെയും 2 കാർബൺ, ഇവിടെയും 2 കാർബൺ. സോ കമ്പൗണ്ട് എ ഈസ് യൂസ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് സ്കിൻ ബൈ ഡോക്ടേഴ്സ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാൽപ്പൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവർ ആ ഭാഗം ആൽക്കഹോൾ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കും അല്ലേ, സ്റ്റെറിലൈസേഷൻ ചെയ്യും. അപ്പോൾ ഇവിടെ എ എന്താണ്? ഇഥൈൽ ആൽക്കഹോൾ ആണെന്ന് മനസ്സിലായി. ബി എന്താണ്? അസറ്റിക് ആസിഡ് ആണ്. ഇത് നമ്മുടെ ഫോട്ടോസിന്തറ്റിക് എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ലീവ് ഫ്രം എ ഡീസ്റ്റാർച്ച്ഡ് പ്ലാന്റ്. ഡീസ്റ്റാർച്ച്ഡ് പ്ലാന്റ് എന്ന് വെച്ചാൽ പ്ലാന്റിലെ സ്റ്റാർച്ച് റിമൂവ് ചെയ്തു. അതായത് ഏതൊരു ഫോട്ടോസിന്തറ്റിക് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ആ പ്ലാന്റിനെ കുറച്ച് നേരം, അതായത് ഒരു 2-3 ദിവസം ഇരുട്ടത്ത് വയ്ക്കും. അപ്പോൾ അതിലെ സ്റ്റാർച്ച് എല്ലാം യൂസപ്പ് ആവും, പകരം ഫോട്ടോസിന്തസിസ് നടക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീസ്റ്റാർച്ച്ഡ് പ്ലാന്റ് എടുത്തു. എന്നിട്ട് അതിനെ നടുക്ക് ബ്ലാക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്തു. അപ്പോൾ ഈ ബ്ലാക്ക് പേപ്പർ കവർ ചെയ്യുമ്പോൾ ഈ കവർ ചെയ്ത ഭാഗത്തേക്ക് സൂര്യപ്രകാശം കടക്കുന്നില്ല. ദ സ്റ്റാർച്ച് ടെസ്റ്റ് ഈസ് ഡൺ. സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് നമുക്കറിയാം. ആദ്യം ബോയിലിംഗ് വാട്ടറിലിടും, കാരണം അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, ആക്ടിവിറ്റിയൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ. ആ ബോയിലിംഗ് വാട്ടറിനെ തുടർന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് അതിനെ ആൽക്കഹോളിൽ നമ്മൾ ഹീറ്റ് ചെയ്യും, കാരണം അതിൻ്റെ കളറൊക്കെ മാറ്റാനായിട്ട്, ക്ലോറോഫിലിനെ അലിയിച്ച് കളയാനായിട്ട്. അതിനുശേഷം നമ്മളൊന്ന് റിൻസ് ചെയ്ത് റീഹൈഡ്രേറ്റ് ചെയ്തതിന് ശേഷം അയോഡിൻ സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്. അയോഡിൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കളർ എന്താണ്? ബ്ലൂ ബ്ലാക്ക് കളർ കിട്ടണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിലേത് ഓപ്ഷനായിരിക്കും കറക്റ്റ്? ഈ കവർ ചെയ്ത ഭാഗത്ത് സൺലൈറ്റ് കിട്ടിയില്ല. സൺലൈറ്റ് കിട്ടാത്തതുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടന്നില്ല. ഫോട്ടോസിന്തസിസ് നടക്കാത്തത് കൊണ്ട് സ്റ്റാർച്ച് ഉണ്ടായില്ല. അപ്പോൾ അവിടെ ഡീകളറൈസ് ചെയ്ത വൈറ്റ് കളറും ബാക്കി ഭാഗങ്ങളിൽ സ്റ്റാർച്ച് ഉണ്ടായ സ്ഥലത്ത് അയോഡിൻ്റെ പ്രസൻസിൽ ബ്ലൂ ബ്ലാക്കും ഉണ്ടായി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. The given figure below shows a small part of human lung. ഇതൊരു ആൽവിയോളസ് ആണ് കാണിച്ചിരിക്കുന്നത്, where exchange of gases takes place. Which of the options given below correctly identifies the part with its function എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം പി എന്ന് പറയുന്നത് ഒരു കാപ്പിലറി ആണെന്നറിയാം. എസ് എന്ന് പറയുന്നത് RBCs ആണ്. ക്യൂ എന്ന് പറയുന്നത് വോൾ ഓഫ് ദി ആൽവിയോളസ് ആണ്. ഇത് ആൽവിയോളാർ ക്യാവിറ്റിയാണ് അല്ലേ. ഇനി ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പി ആർട്ടീരിയൽ കാപ്പിലറി കറക്റ്റാണ്, പക്ഷേ ക്യാരീസ് ഓക്സിജൻ ഫ്രം ടിഷ്യൂസ് അല്ല. ആർട്ടറീസ് ഓക്സിജൻ ടിഷ്യൂസ് എന്ന് കൊണ്ടുവരും അല്ലല്ലോ ചെയ്യുന്നത്. പിന്നെ കാപ്പിലറി വോളാണ് ക്യൂ, അത് കാപ്പിലറി വോൾ അല്ലല്ലോ. ക്യൂ തന്നിരിക്കുന്നത് ആൽവിയോളാർ വോൾ അല്ലേ, അപ്പോൾ ഇതും തെറ്റാണ്. സി ആർ ഇസ് ആൽവിയോളാർ വോൾ, ആൽവിയോളാർ ക്യാവിറ്റി. ഓക്കെ, കറക്റ്റാണ്. മെയിൻ സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്, അതെ, പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത് ഈ ആൽവിയോളാർ ക്യാവിറ്റിയാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ്. എങ്കിലും എസ് അടുത്തത് നോക്കാം. എസ് RBC കറക്റ്റാണ്. മെയിൻലി ട്രാൻസ്പോർട്ട് കാർബൺ ഡൈ ഓക്സൈഡ് തെറ്റാണ് അല്ലേ. RBCക്ക് ആരെ ഇഷ്ടം? ഓക്സിജനെ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ട്രോഫിക് ലെവൽസ് ഇൻ എ ഫുഡ് ചെയിൻ? ഒരു ഫുഡ് ചെയിനിൽ എപ്പോഴും 4 മുതൽ 5 വരെ മാത്രമേ കാണുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ഇൻസഫിഷ്യൻറ്റ് ഫുഡ് സപ്ലൈ ഫ്രം ദ പ്രൊഡ്യൂസർ അല്ല, പ്രൊഡ്യൂസർ കൊടുക്കാഞ്ഞിട്ടല്ല. ഡിക്രീസ് ഇൻ എനർജി അറ്റ് ഹയർ ട്രോഫിക് ലെവൽസ്, അതാണ് കാരണം നമുക്കറിയാം 10% ലോ അനുസരിച്ച് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്തത് 10% എനർജിയെ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ കുറേ ട്രോഫിക് ലെവൽ ആയി കഴിയുമ്പോൾ കിട്ടുന്ന എനർജി വളരെ കുറവായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ട്രോഫിക് ലെവൽസ് ലിമിറ്റഡ് ആയിരിക്കുന്നത്. ഇനി ഇതിൽ ഒരു ചോദ്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അക്യുമുലേഷൻ ഓഫ് ഹാംഫുൾ കെമിക്കൽസ് അറ്റ് ഹയർ ട്രോഫിക് ലെവൽസ്, എനർജി കുറഞ്ഞു വരുന്നെന്ന് നമ്മൾ കണ്ടു, പക്ഷേ കെമിക്കൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരികയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ബയോ മാഗ്നിഫിക്കേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഇനി നമുക്ക് ഫിസിക്സിലൊരു ചോദ്യം നോക്കിയാലോ. ഇത് ഈ കാണിച്ചിരിക്കുന്ന ഒരു കോൺകേവ് മിററാണെന്ന് മനസ്സിലായി. ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നത്? സിയിൽ. ഒബ്ജക്റ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറി വന്നാൽ നമുക്ക് എന്തൊക്കെ അറിയാം? അതിൻ്റെ സെയിം ഇമേജ് എവിടെയൊക്കെ ആയിരിക്കും? ഇമേജും എവിടെയായിരിക്കും? അറ്റ് സിയിലായിരിക്കും. സെയിം സൈസ് ആയിരിക്കും അല്ലേ. ആൻഡ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും.
ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമേജ് ഫോംഡ് ഇസ് റിയൽ ട്രൂ ആണ്. ഇമേജ് ഫോംഡ് ഇസ് എൻലാർജ്ഡ് റോങ് ആണ്, കാരണം സെയിം സൈസാണ് നമുക്ക് കിട്ടേണ്ടത്. ഇമേജ് ഫോംഡ് ഇസ് ഇൻവേർട്ടഡും കറക്റ്റ് ആണ്. അപ്പോൾ ആൻസർ ബി ആണ്. The power of a concave lens of focal length 10 cm is. കോൺകേവ് ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെന്നറിയാം അല്ലേ. അപ്പോൾ പവർ കണ്ടുപിടിക്കുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ. ഈ 10 സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 100. സോ 1/0.10. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഡെസിമൽ മാറ്റാം അല്ലേ. അപ്പോൾ 100/10 എന്ന് കിട്ടി. അപ്പോൾ എത്രയായി? -10 ഡയോപ്റ്റർ. Choose the incorrect statement from the following. Ozone is a molecule formed by 3 atoms of oxygen. Correct ആണ്. Ozone shields the surface of the earth from UV radiations. Correct ആണ്. Ozone is deadly poisonous. Correct ആണ്. Ozone gets decomposed by UV radiations. Wrong ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ പീസ് പ്യുവർ ടോൾ പ്ലാന്റ്. പ്യുവർ എന്ന് പറയുന്നത് എന്താണ്? ഹോമോസൈഗസ് അല്ലേ. 2 അല്ലീൽസും സെയിം ആയിരിക്കും. ക്രോസ്ഡ് വിത്ത് ഷോർട്ട് പ്ലാന്റ് സ്മോൾ ടി. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗമീറ്റ് ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി, ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹെട്രോസൈഗസ് ആണ്, പക്ഷേ അത് ടോളാണ്. ഇനി സെക്കൻഡ് ജനറേഷനിൽ നമ്മളിതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും, ഇപ്പുറത്തും ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഇവിടെ ഇത് രണ്ടും കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ ടി, ഇത് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇത് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇത് സ്മോൾ ടി. സോ 1:2. ഇത് എത്രയുണ്ട്? 2:1. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് പ്യുവർ ടോൾ എന്ന് വെച്ചാൽ രണ്ടും ഒരുപോലത്തെ അല്ലീൽസ് ആയിരിക്കണം, ഹോമോസൈഗസ്. അപ്പോൾ ഒന്ന് ഇതാണ്, അതുപോലെ പ്യുവർ ഷോർട്ട് ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 1:1. ഇനി നമുക്ക് കുറച്ച് അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വെൻ റിയാക്ട്സ് വിത്ത്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? CaOH ട്വൈസ് സ്ലേക്കറ്റ് ലൈൻ. റിയാക്ട്സ് വിത്ത് കാർബൺ ഡയോക്സൈഡുമായിട്ട് ചേർന്നിട്ട് ഗിവ്സ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് വാട്ടർ. ശരിയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. റീസൺ ഓൺ ഹീറ്റിംഗ് കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. നമ്മൾ തെർമൽ ഡീകമ്പോസിഷൻ ഒരു എക്സാമ്പിൾ പഠിച്ചത് കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, പക്ഷേ നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അസേർഷൻ അബ്സിസിക് ആസിഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ വിൽറ്റിംഗ് ഓഫ് ലീവ്സ്. അബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്ററാണ്. അപ്പോൾ അത് വിൽറ്റിംഗ് ഓഫ് ലീവ്സ്, ഇലകൾ വാടാൻ കാരണമാകും. ശരിയാണ്. ഇറ്റ് പ്രൊമോട്ട്സ് ഗ്രോത്ത്, ഇല്ല, ഒരിക്കലും ഇല്ല, കാരണം അത് ഇൻഹിബിറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ അസേർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫോൾസ്, ഓപ്ഷൻ സി. Danger signals are made of red color. Correct ആണ്. Velocity of red light in air is maximum, so signals are visible even in dark. അല്ല, റെഡിന് വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് അത് കുറേ ദൂരം സഞ്ചരിച്ച് നമ്മുടെ കണ്ണുകളിൽ എത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഓപ്ഷൻ സി ആണ്. പീ പ്ലാന്റ് ഈസ് കൺസിഡേർഡ് ഐഡിയൽ ഫോർ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ്. വളരെ കറക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മുടെ മെൻഡൽ അത് സെലക്ട് ചെയ്തതും അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആയിട്ടുള്ള ചില റിസൾട്ട്സ് ലഭിച്ചതും. പി ഈസ് സെൽഫ് പോളിനേറ്റിംഗ് പ്ലാന്റ്. അതെ, കാരണം അതിൽ സെൽഫ് പോളിനേഷൻ നടക്കും, ക്രോസ് പോളിനേഷൻ നടത്താം. വിത്ത് ഷോർട്ട് ലൈഫ് സൈക്കിൾ. അതെ, ഷോർട്ട് ലൈഫ് സൈക്കിളായിട്ട് കുറേ ജനറേഷൻ നമുക്ക് ചെറിയ സമയത്തിൽ പഠിക്കാൻ കഴിയും. ബെയേഴ്സ് വിസിബിൾ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്. വളരെ കറക്റ്റാണ്. ഓരോ ട്രേറ്റിനും അല്ലെങ്കിൽ ക്യാരക്ടറിനും വിസിബിൾ ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ട്. അതായത് വയലറ്റ്, വൈറ്റ്, ടോള്, ഡ്വാഫ്, അങ്ങനെ. അപ്പോൾ ഇത് രണ്ടും കറക്റ്റുമാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. സോ നമുക്ക് ഓപ്ഷൻ എ എന്ന് എഴുതാം. സോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.